24 ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്തുള്ള മരുതോങ്കര എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു ഒറ്റമൂലി ചികിത്സയെക്കുറിച്ചാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ചെന്ന് ആ ഒറ്റമൂലി ചികിത്സകളിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് പോയി നേരിട്ട് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ സൈച്ചേട്ടൻ, മലയപ്പറമ്പിലെ സൈച്ചേട്ടൻ അല്ലേ? സൈച്ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തിക്കുക സൈച്ചേട്ടനെ. എൻ്റെ പേര് സജി മലയപ്പറമ്പിൽ, അതായത് കോഴിക്കോട് ജില്ലയിൽ മരുതോങ്കര പഞ്ചായത്തിൽ ജാനകിക്കാട് ഇക്കോ ടൂറിസം സെൻ്ററിൻ്റെ ബോർഡറിലാണ് എൻ്റെ വീട്. സജിയുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ഇവിടെ? എൻ്റെ ഭാര്യയും 3 മക്കളുമാണുള്ളത്. ഭാര്യയും മക്കളും എന്നോടൊപ്പം തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഈ രോഗികൾ വരുമ്പോൾ മരുന്നെടുക്കാനും കൂടാനൊക്കെ എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. അതെ, ഓക്കെ. സജിയുടെ ഇപ്പം സൈച്ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഒറ്റമൂലിയുടെ ചികിത്സയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതെ. എന്തൊക്കെ ചികിത്സകളാണ് ഇവിടെ നടത്തുന്നത്? മൈഗ്രെയിന്, സൈനസൈറ്റിസ്, അലർജി, പിന്നെ താരൻ. മൈഗ്രെയിൻ നേരത്തെ തൊട്ടേ ഉണ്ടല്ലോ അല്ലേ? അതെ, മൈഗ്രെയിൻ നേരത്തെ തൊട്ടേ ചെയ്യുന്നതാണ്. ഈ മൈഗ്രെയിൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കളയ്ക്കുക, എന്തെങ്കിലും ടെൻഷന്, ലൈറ്റ്, സൗണ്ട്, ഈ കല്യാണ വീട് അല്ലെങ്കിൽ മരണ വീട് അങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഉള്ള ആൾക്കൂട്ടത്തിൻ്റെ പ്രശ്നം, ചില സ്മെല്ലുകൾ, ഹൈ ടെൻഷന്, അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഇത് കൂടുതലും വരാറ്. പിന്നെ ലേഡീസിനാണെങ്കിൽ ഈ പീരിയഡ്സിനോടനുബന്ധിച്ചും ഈ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? ഇത് എങ്ങനെ ഈ രോഗം വന്നത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ചില ആൾക്കാർക്ക് ഈ ഓറ കൂട്ടിയുള്ള മൈഗ്രെയിൻ വരാറുണ്ട്. അത് വേദനയ്ക്ക് മുമ്പായിട്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റും. അതൊരു 10-20 മിനിറ്റ് മുമ്പ് അവർക്ക് കണ്ണിന് ഒരു ഇരളൽ പോലെ വരും, ഒരു മങ്ങൽ പോലെ, ഒരു ഫ്ലാഷ് അടിക്കുന്ന പോലെയൊക്കെ വരും ഒരു വേദനയ്ക്ക് മുമ്പായിട്ട്. അപ്പോൾ ആ രോഗിക്ക് അറിയാൻ പറ്റും എനിക്ക് മൈഗ്രെയിൻ വരാൻ പോകാന്നുള്ളത്. അത് ഈ ഇങ്ങനെ വന്നതിന് ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹൈയായി വേദന ഉണ്ടാകുക. പിന്നെ ചിലവർക്ക് വൊമിറ്റിങ് വരും. വൊമിറ്റിങ് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലവർക്ക് റെഡിയായി കിട്ടും, ചിലവർക്ക് അത് 2-3 ദിവസം വരെ അത് തുടർന്ന് പോകാം. ഈ ചികിത്സ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ? അതെ, ഏകദേശം ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. അതിൻ്റെ മുമ്പ് അമ്മച്ചിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മച്ചി ഇപ്പം മരിച്ചു പോയിട്ട്. അതിനു മുമ്പ് അമ്മാവനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിതിന് മുന്നേ ഈ മൈഗ്രെയിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചും കൊടുത്തിട്ടുണ്ട്. അതെ. ഈ മൈഗ്രെയിൻ്റെ ചികിത്സയ്ക്ക് പ്രത്യേക ടൈമോ വല്ലതും ഉണ്ട്? അതിന് പ്രത്യേക ടൈമുണ്ട്. മറ്റുള്ള അസുഖങ്ങൾ പോലെയല്ല ഇത്. അതായത് സൂര്യപ്രകാശം അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് ചെയ്യണം. രാവിലെ 4 മണി തൊട്ട് 6 മണി വരെ, അതായത് സൂര്യപ്രകാശം അടിക്കുന്ന വരെയുള്ള ടൈമിലാണ് ഇത് ചെയ്യേണ്ടത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പച്ചമരുന്നാണല്ലോ. അതില് ശരിക്കും ആ പച്ചമരുന്ന് ചെയ്യുമ്പം സൂര്യപ്രകാശം അടിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്നുണ്ട്. അത് സൂര്യപ്രകാശം അടിച്ചതിന് ശേഷം നമ്മൾ ചെയ്താൽ അതിന്റെ ഫലം കിട്ടില്ല. ഇതിപ്പോ ഈ ചികിത്സയ്ക്ക് വരുന്നവർ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം? അത് തീർച്ചയായിട്ടും ചെയ്യണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മരുന്ന് നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കേണ്ടതാണ്. മരുന്നും കാര്യങ്ങളൊക്കെ പറിച്ച് നേരത്തെ വെക്കണം. അത് തന്നെയല്ല, ഈ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പം വിളിച്ച് ബുക്ക് ചെയ്ത് വന്ന് ഞാൻ എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ അവർ പിന്നെ തിരിച്ചു പോകേണ്ടി വരും. അത് പിന്നെ ബുദ്ധിമുട്ടാവൂല. അതുകൊണ്ട് വിളിച്ച് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രമേ വരാവുള്ളൂ. അതെ, നമുക്ക് ബുക്ക് ചെയ്യാനുള്ള നമ്പറുകൾ നമുക്ക് ഇതിനകത്ത് ഉണ്ട്. ആ നമ്പർ ഇതിനകത്ത് കൊടുക്കാം. നമുക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, അതായത് കമന്റ് ബോക്സിലും ഫസ്റ്റ് നമുക്ക് കൊടുത്തേക്കാം. അപ്പൊ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വരാം. അതെ. നമുക്ക് ലൊക്കേഷനും വേണമെങ്കിൽ ലൊക്കേഷൻ കൂടെ ഇട്ട് കൊടുക്കാം. അതെ അല്ലേ? കറക്റ്റ് വരുന്നവർക്ക് ലൊക്കേഷൻ തെറ്റാതെ ഇവിടെ എത്താൻ അത് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ മൈഗ്രെയിൻ ചികിത്സയ്ക്ക് ഇപ്പൊ അടുത്തുള്ളവരല്ലല്ലോ വരുന്നത്, ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വന്നു കഴിയുമ്പം ചിലപ്പം ഒരു ദിവസം കൊണ്ടൊന്നും ഇത് മാറണമെന്നില്ല. 1, 2, 3 ദിവസമൊക്കെ ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ലേ? അവർക്ക് നിൽക്കാനുള്ള സൗകര്യം അതെന്താണ്?
അത് മിക്കവാറും എങ്ങനെയാ വെച്ചാൽ ഒരു 80% പേർക്കും ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഇത് മാറുന്നുണ്ട്. ഇനി കുറെ പഴകിയതൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരിക. പിന്നെ ദൂരെ ഇപ്പൊ കേരളത്തിന് പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ 2 ദിവസം ചെയ്തിട്ട് പോയിക്കോന്ന് പറയും. അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്ത് പോയിട്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വരാനാണ് പറയാറ്. അതിന് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. ഇവിടെ അടുത്ത് തന്നെ റൂമുകളൊക്കെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാറുണ്ട്. അവർ തന്നെ റൂം എടുക്കണം. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ ഈ ചികിത്സ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിപ്പോ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. അതിനു മുമ്പ് അമ്മച്ചിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അമ്മച്ചി ചെയ്യുന്നതിന് മുമ്പും അമ്മാവനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്നതാണ്. പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അതെ അല്ലേ? അതെ. ഇപ്പൊ ഈ മൈഗ്രെയിന് ചികിത്സ ചെയ്യുന്നത് പലരും പല രീതിയിലാണ് അല്ലേ? അതെ അതെ അതെ. ചിലര് നെറ്റി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ചികിത്സാ രീതി എങ്ങനെയാണ്? എന്റെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ കാലിലെ തള്ളവിരലാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും ഇതിന്റെ ഒരു മരുന്ന് കൂട്ടുണ്ടാക്കുന്നുണ്ടല്ലോ. അതെ. അത് ഈ പച്ചമരുന്നുകൾ വെച്ചാണല്ലോ. അത് ഇവിടുന്ന് സ്വന്തം പറമ്പിൽ നിന്ന് പറിക്കുന്നതാണോ? അതെ അതെ അതെ. സ്വന്തം പറമ്പിൽ തന്നെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലേ? ഇപ്പൊ ഇവിടെ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അതെ അതെ, വരുന്നുണ്ട്. ഉണ്ടോ? എവിടെ നിന്നൊക്കെ വരാറുണ്ട്? അത് നമ്മളെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തു നിന്നും വിദേശത്തു നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യാറുണ്ട്. ഈ വന്നവർക്കൊക്കെ പൂർണ്ണ സൗഖ്യം കിട്ടുക? ഏതാണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ ഒരു 80% പൂർണ്ണമായും സുഖപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള രേഖാമൂലം എനിക്ക് ഓൺലൈനായിട്ടും മെയിലിനായിട്ടും എനിക്ക് അയച്ചു തരാറുണ്ട്. കുറഞ്ഞ നല്ല സാക്ഷ്യപത്രം എന്റെ കയ്യിലുണ്ട്. അത് നമ്മളിവിടെ സൂക്ഷിച്ചു ഞാനിവിടെ ഫയൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫയലായിട്ട് സൂക്ഷിച്ചു. അതുപോലെ തന്നെ അവിടുന്ന് വന്ന് ചികിത്സിച്ച് ഭേദമായി പോയവരുടെ നമ്പറുകളോ കോൺടാക്റ്റുകളോ എന്തെങ്കിലും കയ്യിലുണ്ടോ? എല്ലാ നമ്പറും ഉണ്ട്. ഞാൻ ചെയ്യാൻ തുടങ്ങി 8 വർഷമായി ചെയ്തിട്ടുള്ള എല്ലാവരുടെയും അഡ്രസ്സും കോൺടാക്ട് നമ്പറും എന്റെ ഡയറിയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? അതെ. ഓക്കെ ഓക്കെ. ആർക്ക് വേണേലും എപ്പം വന്നാലും അതെ, ആർക്ക് വേണേലും എപ്പം വേണമെങ്കിലും അത് നോക്കാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ ചികിത്സാ രീതികൾ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ചികിത്സ മാത്രമാണോ ജോലി, അല്ലെ വേറെ എന്തെങ്കിലും വരുമാന മാർഗമോ ജോലി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ 18 വർഷമായിട്ട് ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ പേരാമ്പ്ര ബ്രാഞ്ചിൽ ഞാൻ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. കോഴിക്കോട് പേരാമ്പ്ര ബ്രാഞ്ചിൽ അല്ലേ? അതിന്റെ കൂടെ സൈഡായിട്ടാണ് ഇത്. അതെ അതെ. ഇത് രാവിലെ 4 മണി തൊട്ട് 6 മണി വരെയാണല്ലോ അതിന്റെ ചികിത്സ. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. പിന്നെ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകും. എല്ലാ ദിവസവും ആൾക്കാർ വരാറുണ്ടോ? മിക്കവാറും എല്ലാ ദിവസങ്ങളും തന്നെ വരാറുണ്ട്. ഈ മൈഗ്രെയിൻ അല്ലാതെ വേറെ എന്തൊക്കെ രോഗങ്ങൾക്കാണ് ഇവിടെ ചികിത്സ? അലർജിക്ക് ചെയ്യാറുണ്ട്. അലർജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അലർജികൾ? തുമ്മല്, ശ്വാസം മുട്ട്, അതേപോലെ താരനുമായിട്ട് ബുദ്ധിമുട്ടുന്ന അവർക്കുള്ള മരുന്ന് നമ്മൾ ഇവിടുന്ന് കൊടുക്കാറുണ്ട്. അതെല്ലേ? പിന്നെ ടോൺസിലിറ്റിസിന് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ അലർജിക്കും താരനും ഒക്കെയുള്ള മരുന്നുകൾ നമുക്ക് പുറത്തുനിന്ന് ആൾക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും? അത് താരനുള്ള മരുന്ന് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും, കൊറിയറായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള മരുന്നുകൾ ചികിത്സയ്ക്കൊക്കെ ഇവിടെ വരണം. അത് ഇവിടുന്ന് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ വരണം. ഓക്കെ. അപ്പൊ അതിനൊക്കെ ഇവിടെ വരണം. താരന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് കൊറിയറിൽ അയച്ചു. അതെ അതെ അതെ. ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ താരനുള്ള ഇത് മരുന്നുകൾ നമ്മൾ അയച്ചു കൊടുക്കും. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ ടോൺസിലൈറ്റിസ് അതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയാ? ഈ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത് വല്ലാണ്ട് ഇത് കൂടിക്കഴിഞ്ഞാൽ തൊണ്ടയിൽ ഇങ്ങനെ പഴുപ്പ് പോലെ ഇറങ്ങുകയും വായിൽ ഒക്കെ പഴുപ്പും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരും. അത് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് ഇത് എന്താണെന്ന് അറിയത്തില്ല. അതെന്താണെന്ന് വ്യക്തമായി കൊടുക്കാം. അത് ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാലേ ഇത് നല്ല തൊണ്ടേന്റെ ഉള്ളിൽ ഇങ്ങനെ പഴുപ്പ് ഇറങ്ങുന്നതാണ്. ശരിക്കും പഴുപ്പിറങ്ങും വായിന്റെ മോളേന്റെ ഉള്ളിൽ ഇവിടുന്ന് ഇങ്ങനെ പഴുപ്പിറങ്ങിയിട്ട് ഉമിനീര് അല്ല ഭക്ഷണം ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ പച്ചമരുന്നാണ്. അത് 3 ദിവസം ഇവിടെ അടുപ്പിച്ച് വരേണ്ടതായിട്ടുണ്ട്. അത് രാവിലെയാണ് വരേണ്ടത്. രാവിലെ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 6:30-7 മണിക്കുള്ളിൽ വന്നാൽ മതി. ഇതും ഇതേപോലെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ. സർജറി പറഞ്ഞ ഒരുപാട് പേരുടെ കേസ് കെട്ടുകൾ നമ്മൾ ഈ പച്ചമരുന്ന് കൂടെ നമ്മൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് 3 ദിവസമാണ് ചികിത്സ വരുന്നത്. അത് രാവിലെ ഞാൻ ഇവിടുന്ന് ചെയ്യും, വൈകുന്നേരം ചെയ്യാനുള്ളത് അവരുടെ കൈ കൊടുത്തുവിടും. പിറ്റേ ദിവസം അതേപോലെ വരണം. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സുഖപ്പെടും. അത് ശരിക്കും നമ്മൾ വായിൽ കൊടുക്കുന്ന കഴിക്കാനുള്ള മരുന്നാണോ? അല്ല. അത് ടോൺസിലിന്റെ നെറുകന്തലയിലും തൊണ്ണയിലും കൈയിന്റെ നഖത്തേലും കാലിലെ നഖത്തേലുമാണ് ചെയ്യുക. ഒന്നും നമുക്ക് വയറ്റിൽ കഴിക്കാനുള്ള ഒന്നുമില്ല? ഇല്ല, കഴിക്കാനായിട്ട് ഒന്നും കൊടുക്കുന്നില്ല. എല്ലാം പുറത്തുനിന്ന് ചെയ്യുന്നതാണ്. അതെ അല്ലേ? അതെ. ഓക്കെ. എല്ലാം പച്ചമരുന്നാണ്. ഇത് കെമിക്കലായിട്ട് വേറെ ഒന്നുമില്ല. അതെ അല്ലേ? ഇത് മാറിയ കുറെ ആൾക്കാർ ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. അവരുടെ അഡ്രസ്സ് ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. വന്നിട്ടുള്ള ആൾക്കാരുടെ സുഖപ്പെട്ട ആൾക്കാരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ചികിത്സ ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഇരുന്നാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്, മരുന്ന് കൊടുക്കുന്നത്. ഇതാണ് രോഗികൾക്ക് ചികിത്സിക്കുന്ന സ്ഥലം അല്ലേ? അതെ അതെ അതെ. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒറ്റമൂലി ചികിത്സയെ കുറിച്ച്
ഇത്രയും കാര്യങ്ങളാണ് അതെ നമുക്ക് അറിയാനുള്ളത് അല്ലേ? അതെ അപ്പം ഒത്തിരി നന്ദി. ഈ ഒറ്റമൂലി ചികിത്സയുടെ കാര്യങ്ങളും മറ്റുള്ളതെല്ലാം വിശദീകരിച്ച് തന്നതിന് ഒരുപാട് നന്ദി. അതെ, ഇവിടുന്ന് നമുക്ക് എന്നാ വെച്ചാൽ ഇവിടെ വന്ന് ചികിത്സിച്ച് പോയുള്ള ആൾക്കാർ ഫോണിൽ കൂടെയും ഒക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട്, അസുഖം സുഖപ്പെട്ടു എന്ന് പറയുമ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു മനസ്സിലൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ ഒരുപാട് ഇംഗ്ലീഷ് മരുന്നും അതുള്ള ബാക്കിയുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചത് സുഖപ്പെടാത്ത ആൾക്കാരാണ് ഇവിടെ വന്ന് പോകുന്നത് തീർത്തും. അപ്പോൾ അങ്ങനെ സുഖപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഒരാളെ അസുഖം മാറി കിട്ടും എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം വരാറുണ്ട്. അതെ അതെ. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ ഒരു അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.